ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ ജന്മദിനം സ്പെഷ്യലായിട്ട് പുറത്തു വന്ന പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ ടീസറിന് പിന്നാലെ ഇപ്പോഴത്തെ ഏപ്രിൽ മാസം തന്നെ മൈത്രി മൂവി മേക്കേഴ്സ് അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ ദി റൂൾ എന്ന സിനിമയുടേതായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയിലെ പുഷ്പ പുഷ്പ എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം നാളെ വൈകിട്ട് 4:05 പുറത്തു വരുമെന്നാണ് ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് ആയിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പറയുന്നത്. കാത്തിരിക്കാം ആ ഫസ്റ്റ് സിംഗിൾ കേൾക്കുവാനായിട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു വിവരവും ഇല്ലാതിരുന്ന ബറോസിന്റെ ഒരു റിപ്പോർട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട്. ലാലേട്ടൻ നായകനെത്തുന്ന, ലാലേട്ടൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ബറോസ് 3Dയിൽ വരാനിരിക്കുന്ന സിനിമയുടെ മേക്കിംഗ് വീഡിയോ, ഒപ്പം തന്നെ ചിത്രത്തിലെ ചില രംഗങ്ങളടക്കമുള്ള വീഡിയോ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വനിതാ അവാർഡ് വേദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വനിതാ അവാർഡിന്റെ ലൈവ് വേദിയിൽ നിന്നും ആരോ ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. വീഡിയോ കണ്ട് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ HD കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനിയും ബറോസ് എന്ന സിനിമ എപ്പോൾ റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമായിട്ടില്ല. വരുന്ന മെയ് 21 തീയതി ലാലേട്ടന്റെ ജന്മദിനത്തിൽ സിനിമയുടെ ആദ്യമായിട്ട് ഒരു ഫുൾ HD ടീസർ എല്ലാം തന്നെ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ലാലേട്ടന്റെ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും നല്ല സിനിമയാണെങ്കിൽ ബോക്സ് ഓഫീസിലാണെങ്കിലും പ്രേക്ഷകരെ ആണെങ്കിലും ഞെട്ടിക്കാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ് ബറോസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും സിനിമയുടെ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ടൊരു സൂചന ലഭ്യമാകുന്ന ടീസർ കാണുവാനായിട്ട് കാത്തിരിക്കാം. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ദിലീപ് നായകനെത്തുന്ന പവി കെയർ ടേക്കർ. ഏപ്രിൽ 26 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിലീപ് സിനിമയെക്കുറിച്ച് ദിലീപ് തന്നെ വികാരാധീനനാകുന്ന ഒരു കാഴ്ചയാണല്ലോ ഓഡിയോ ലോഞ്ചിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് ഇടയായത്. എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സിനിമ ജയിച്ചേ പറ്റൂ. നിങ്ങളെല്ലാം ചിരിപ്പിക്കുന്ന ഞാൻ ഓരോ രാത്രിയും ഇരുന്ന് കരയുകയാണ്. എനിക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ സിനിമ നിങ്ങൾ കണ്ട് ഏറ്റെടുക്കണം. കോമഡി സിനിമകൾ തിരിച്ചു വരണം എന്നാണ് നിറകണ്ണുകളോടെ അന്ന് ദിലീപ് പറഞ്ഞത്. തന്റെ അവസാനത്തെ 2 സിനിമകളുടെ വൻ പരാജയത്തെ തുടർന്നും ഇപ്പോഴത്തെ കേസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൊണ്ട് ദിലീപ് വളരെയധികം നിരാശനായിരുന്നു എന്ന് ആ ഓഡിയോ ലോഞ്ചിൽ ദിലീപിന്റെ ആ ഒരു ഭാഷാ ശൈലിയിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ദിലീപ് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് സിനിമയുടെ വിജയം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും പവി കെയർ ടേക്കർ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. വോയിസ് ഓഫ് സത്യനാഥൻ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഏകദേശം 10-20 അഭിമുഖങ്ങളെല്ലാം തന്നെ ദിലീപ് നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 സിനിമകൾ പരാജയമായതുകൊണ്ടാകാം പവി കെയർ ടേക്കറിന്റെ ഒരൊറ്റ അഭിമുഖം പോലും ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് സിനിമയുടെ പ്രസ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്നുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അഭിമുഖങ്ങൾ, ഒപ്പം തന്നെ ദിലീപിന്റെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് നാം ഉറ്റുനോക്കുന്നത്. സിനിമയുടെ ട്രെയിലർ അടക്കമുള്ള കണ്ടന്റ് എല്ലാം തന്നെ ഡീസന്റ് ആണ്. നല്ല സിനിമയാകട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്ത്?